വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ മൂവരിൽ ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി? വിജയ കൊടുമുടിയിൽ നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യമാണ് കോൺഗ്രസിന് മുന്നിൽ. പ്രതിപക്ഷ നേതാവും യു.ഡി.എഫ് ചെയർമാനും എന്ന നിലയിൽ വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും സീനിയോറിറ്റിയിൽ മുൻപനുമായ രമേശ് ചെന്നിത്തല, എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എന്നിവരിൽ ഒരാളാകും മുഖ്യമന്ത്രി. എം.എൽ.എമാരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുകയാണ് കോൺഗ്രസിന്റെ പതിവ്. ഇതിനുവേണ്ടി ഹൈക്കമാൻഡ് 2 പ്രതിനിധികളെ സംസ്ഥാനത്തേക്ക് അയക്കും. ഇവർ വിളിക്കുന്ന എം.എൽ.എമാരുടെ യോഗം മുഖ്യമന്ത്രി നിശ്ചയിക്കാനുള്ള അവകാശം കോൺഗ്രസ് പ്രസിഡന്റിനെ ഏൽപ്പിച്ച് പ്രമേയം പാസാക്കുന്നതാണ് നിലവിലെ രീതി. 3 പേർക്കും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങളുണ്ട്. ഇതുകൂടി പരിശോധിച്ചാകും തീരുമാനം. വി.ഡി. സതീശന് അനുകൂലമായത് എന്തൊക്കെ? 2021 പരാജയപ്പെട്ട് കോൺഗ്രസും യു.ഡി.എഫും പ്രതിസന്ധിയിലായ കാലത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്ന സതീശൻ പിന്നീട് നടന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4ലും മുന്നണിയെ വിജയത്തിലേക്ക് നയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് 20ൽ 18 സീറ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശക്തമായ തിരിച്ചുവരിക. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ മുന്നണിക്ക് ജയിക്കാമെന്ന ആത്മവിശ്വാസം പകർന്നു. സാമുദായിക സംഘടനകളോടും രാഷ്ട്രീയ സമ്മർദ്ദ ശക്തികളോടും നിലപാടിന്റെ ബലത്തിൽ കാർക്കശ്യത്തോടെ നിലകൊണ്ടത് ശക്തനായ നേതാവെന്ന പ്രതിച്ഛായ സമ്മാനിച്ചു. കേരയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള, കിഫ്ബി വഴിയുള്ള സാമ്പത്തിക ധൂർത്ത് തുടങ്ങിയവ തുറന്നു കാണിച്ച് സർക്കാരിന്റെ കണിശമായി എതിർത്തു. നിയമസഭയിൽ നല്ല ഗൃഹപാഠത്തോടെ എത്തി സർക്കാരിനെ മുൾമുനയിൽ നിർത്തി. ഘടകകക്ഷികളുടെ അകമഴിഞ്ഞ പിന്തുണ, അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണി എന്ന നിലയിൽ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചതിലൂടെ പൊതുജന വിശ്വാസം ആർജിച്ചു. സീറ്റ് 100 കടന്നതോടെ വിജയത്തിന്റെ പ്രധാന ശില്പി എന്ന അവകാശവും ഒരു പരിധിവരെ സതീശന് അവകാശപ്പെട്ടത്. പ്രതികൂലം കർക്കശക്കാരനായ നേതാവെന്ന പ്രതീതി ഒരു വശത്ത് ഗുണകരമാകുമ്പോൾ മറുഭാഗത്ത് എതിർപ്പും ക്ഷണിച്ചു വരുത്തുന്നു. സാമുദായിക ശക്തികളെ പ്രകോപിപ്പിക്കാതെ ഓരം ചേർന്നു പോകുന്ന കോൺഗ്രസിന്റെ പതിവിൽ നിന്നും വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നത് ഈ വിഭാഗത്തിന്റെ അകൽച്ചയ്ക്ക് കാരണമാകുമെന്ന വിമർശം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നയാൾക്ക് കൂടുതൽ മെയ്വഴക്കം വേണമെന്ന ചിന്ത. എം.എൽ.എ ആയി 1/4 നൂറ്റാണ്ടായിട്ടും ഇതുവരെയും ഒരു അധികാര സ്ഥാനത്തും ഇരുന്നിട്ടില്ല എന്നതും പോരായ്മ. രമേശ് ചെന്നിത്തല അനുകൂലം. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ്, 26ാം വയസ്സിൽ എം.എൽ.എയും 30ാം വയസ്സിൽ സംസ്ഥാന മന്ത്രിയുമായ രമേശിന്റെ സമകാലീനരായ കോൺഗ്രസ് നേതാക്കൾ പലരും പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ ആയി കഴിഞ്ഞു. കെ കരുണാകരൻ പാർട്ടി പുലർത്തി DIC രൂപവത്കരിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ KPCC പ്രസിഡന്റായി വന്ന പാർട്ടിയെ കെട്ടുറപ്പോടെ സംരക്ഷിച്ചു. ആഭ്യന്തരമന്ത്രിയും ദീർഘകാലം MP-യുമായിരുന്നു. 2016-ൽ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെ പ്രതിസന്ധിയിൽ നിർത്തി. താഴെ തട്ടുവരെ പ്രവർത്തകരുമായി ബന്ധമുള്ള നേതാവ്. പ്രതികൂലം. 2021-ലെ തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ അധികാരത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഉള്ള സീറ്റ് കുറയുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രിയായിരിക്കെ നടന്ന സോളാർ ബാർക്കോഴ കേസ് അന്വേഷണങ്ങൾ പാർട്ടിയെ മുന്നണിയെ പ്രതിസന്ധിയിലാക്കി. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടു പോകുന്നത് വരെ എത്തി. കെ.സി. വേണുഗോപാലിന് അനുകൂലം. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായതിനാൽ തന്നെ ഹൈക്കമാൻഡിന് തൽപരൻ. വേണുഗോപാലിനെ സംസ്ഥാനത്തേക്ക് അയക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് അധികം ദൂരമില്ല. ജയിച്ച പലർക്കും സീറ്റ് നേടിക്കൊടുത്തതിൽ നിർണായക പങ്ക് വഹിച്ചു. തെരഞ്ഞെടുപ്പിന് വേണ്ട സന്നാഹം ഒരുക്കുന്നതിലും നായക സ്ഥാനത്തുണ്ടായിരുന്നു. സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ നിലകളിൽ മികച്ച പ്രകടനം. തെരഞ്ഞെടുപ്പ് സമയത്ത് റിബലുകളെ കൈകാര്യം ചെയ്യുന്നതിലും പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി നിർത്തുന്നതിലും വലിയ പങ്ക് വഹിച്ചു. സാമുദായിക നേതൃത്വങ്ങളുമായി മികച്ച ബന്ധം. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യത. പ്രതികൂലം. നിലവിൽ MP-യാണ്. MP-മാർ മത്സരിക്കേണ്ടെന്ന പൊതു തീരുമാനം നടപ്പാക്കിയ ശേഷം MP സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയാകുന്നതിലെ അനൗചിത്യം. മുഖ്യമന്ത്രിയായാൽ ആലപ്പുഴ ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പാർട്ടി നേരിടണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അമരക്കാരൻ വി.ഡി. സതീശനായിരിക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുത്തെന്ന പേരുദോഷം വരാം.